മലയാളം മിഷന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ ജനകീയമാക്കുക എന്ന ആവശ്യവുമായാണ് സ്വീഡനിൽ നിന്നും ജിനു സാമുവൽ എത്തിയത്. സ്വീഡനിലെ IT മേഖലയിൽ ജോലി ചെയ്യുന്ന ജിനു പ്രതീക്ഷയിലാണ് മടങ്ങുന്നത്. മലയാളവും കേരള സംസ്കാരവും അടുത്ത തലമുറയിൽ സുപരിചിതമാക്കുക എന്ന ലക്ഷ്യമാണ് ജിനുവിന്. ഇത് മൂന്നാം തവണയാണ് ജിനു സാമുവൽ ലോക കേരള സഭയിലെത്തുന്നത്. കഴിഞ്ഞ 2 ലോക കേരള സഭകളിലും ഉന്നയിച്ച പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഇത്തവണ ലോക കേരള സഭയിലെത്താൻ പ്രേരിപ്പിച്ചതെന്ന് സ്വീഡനിൽ നിന്നെത്തിയ ജിനു സാമുവൽ. കഴിഞ്ഞ ലോക കേരള സഭയിലെ പ്രവാസികൾ ഉന്നയിച്ച പല പ്രശ്നങ്ങളിലൊന്നാണ് പ്രവാസികൾക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ്. ഇപ്പം നോർക്ക പ്രവാസികൾക്ക് വേണ്ടിയുള്ള ആരോഗ്യ ഇൻഷുറൻസ്, സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടാമത് വന്നിരിക്കുന്നത് സ്റ്റുഡൻറ്റ് മൈഗ്രേഷനാണ്. ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അനധികൃത മൈഗ്രേഷനും തട്ടിപ്പുകളും ഒക്കെ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇന്ത്യയിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയായിട്ട് സ്റ്റുഡൻറ്റ് മൈഗ്രേഷൻ പോർട്ടൽ ഇന്നലെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇത്തവണ എത്തിയതും നിരവധി ആവശ്യങ്ങളുമായാണ്. അതിലേറ്റവും പ്രാധാന്യം നൽകുന്നത് മലയാളം മിഷന്റെ പ്രവർത്തനങ്ങൾക്കാണ്. തന്നെ കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ സഹായങ്ങൾ നൽകാൻ കഴിയും, മലയാളം മിഷൻ്റെ പ്രവർത്തനങ്ങളെ എങ്ങനെ കൂടുതൽ വ്യാപിപ്പിക്കാൻ കഴിയുന്നു, നമ്മുടെ സംസ്കാരം, ഭാഷ, ഇതെല്ലാം നമ്മൾ ഭാഷ കൊണ്ട് അടയാളപ്പെടുത്തുന്നത് മലയാളമാണ്. നമ്മളെ ഒരു ഭാഷ കൊണ്ട് അടയാളപ്പെടുത്തിയ ഭൂപടമാണ് മലയാളം മിഷൻ. അപ്പം അതിനെ എങ്ങനെ വ്യാപിപ്പിക്കാമെന്നുള്ള ചർച്ചകളും ഒക്കെ കലാ സാംസ്കാരിക രംഗത്തുള്ള പ്രവാസികൾക്ക് എങ്ങനെ മുൻഗണനകൾ നൽകാം, അല്ലെങ്കിൽ അവരെ എങ്ങനെ അക്കാഡമിയിൽ പാർട്ടിസിപ്പേഷൻ നൽകാം, ഇതൊക്കെ ഇന്നലെ ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നു. മലയാളത്തെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുകയാണ് ഇത്തരമൊരു ആവശ്യത്തിന്റെ ലക്ഷ്യം. മലയാളം മിഷന്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കണം. ഇപ്പം വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് വലിയ രാജ്യങ്ങളെല്ലാം മലയാളം മിഷന്റെ പ്രവർത്തനങ്ങൾ ക്രിയാത്മകമായിട്ട് നടക്കുന്നുണ്ട്. എന്നാൽ ഈ ചെറിയ രാജ്യങ്ങൾ, ചിതറിക്കിടക്കുന്ന ആളുകൾ, പല ചെറിയ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മലയാളി കുടിയേറ്റം കുറവുള്ള രാജ്യങ്ങളിൽ, അവിടേക്ക് എങ്ങനെ ഈ മലയാളം മിഷൻ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാമെന്നുള്ള ഒരു ചിന്ത നമ്മൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ലോക കേരള സഭയിലെ 6ാം പതിപ്പിലെത്തുമ്പോൾ ഇന്നുന്നയിച്ച ആവശ്യങ്ങൾക്ക് കൃത്യമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജിനു ലോക കേരള സഭയിൽ നിന്ന് മടങ്ങുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.